മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതലുള്ളതായ വാക്യങ്ങൾ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. ഈ തിരുവെഴുത്തിൽ നാം കാണുന്നത് കർത്താവിൻ്റെ അരികിലേക്ക് വന്നതായ ഒരു പാവപ്പെട്ട മനുഷ്യൻ. അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗത്തെ ഏറ്റവും വെറുക്കുന്നതായ ഒരു സമയത്താണ് ഈ സംഭവം നടന്നത് എന്നോർക്കണം. കുഷ്ഠരോഗികളെ ന്യായപ്രമാണം അനുസരിച്ചാണെങ്കിൽ മറ്റുള്ളവരുടെ അടുക്കലേക്ക് അടുപ്പിക്കുന്ന യാതൊരു രീതിയും ആ കാലത്തില്ല. അവരെ ഏറ്റവും അകറ്റി നിർത്തുന്നതായൊരു സമൂഹമാണ്. മാത്രമല്ല, അവർ അശുദ്ധർ എന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ മാറിപ്പോകേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനോട് എതിർപ്പെട്ടതായ 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്നുകൊണ്ട് യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ കർത്താവിൻ്റെ അരികിലേക്ക് വരുവാൻ പോലും അനുവാദമില്ലാത്തതായ ഒരു കുഷ്ഠരോഗി, അദ്ദേഹം എന്താണ് ചെയ്തത്? നാം വായിക്കുന്നത്, അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ തനിക്ക് ഈ സ്ഥിതിക്ക് വ്യത്യാസമുണ്ടാകും എന്നുള്ളത് ആ കുഷ്ഠരോഗി നന്നായിട്ട് മനസ്സിലാക്കി. അവൻ്റെ ജീവിതം തന്നെ ഏറ്റവും ദുസ്സഹമാണ്. എല്ലാവരും വെറുക്കുന്നതായ ഒരു അസുഖത്തിൻ്റെ ഉടമയായിട്ട് താൻ മാറി. ആരും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നില്ല. അങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട ഏകനായി നടക്കുന്നതായ ഒരു സ്ഥിതി. ആരും അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെ ആരുടെയും അടുക്കിലേക്ക് ചെല്ലാൻ സാധ്യതയില്ലാതെ ഇങ്ങനെ തനിയേ നടക്കുന്നതായൊരു മനുഷ്യൻ, ആരോടും സമ്പർക്കമില്ലാതെ നടക്കുന്നതായൊരു വ്യക്തി. നാമൊക്കെ ഓരോ ദിവസങ്ങളിലും എത്രയോ പേരോട് അടുത്ത് ഇടപഴകുന്നു. നമുക്ക് സംസാരിക്കാനും അതുപോലെ തന്നെ നമുക്ക് കാണാനും അടുത്ത് ഇടപഴകാനും ഒക്കെ സാധിക്കുന്ന ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. എന്നാൽ ഈ കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം ആരുടെയും അടുക്കൽ പോകുവാനോ അവരോടൊന്നും അടുത്ത് ഇടപഴകുവാനോ അനുവാദമില്ലാത്തതായൊരു മനുഷ്യൻ. അങ്ങനെ ദീർഘനാളുകളായി അസുഖത്തിന് ശമനമില്ലാത്തത് കൊണ്ട് ആരും അദ്ദേഹത്തെ അടുപ്പിക്കുന്നില്ല. അങ്ങനെ നിരാലംബനായ, നിരാശ ബാധിച്ച ഈ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അവനറിയാം, കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് തള്ളിക്കളയുകയില്ല. ഒരുപക്ഷെ മറ്റു മനുഷ്യരൊക്കെ അദ്ദേഹത്തെ ഓടിച്ചു വിട്ടെന്നിരിക്കും. അശുദ്ധനായതുകൊണ്ട് അദ്ദേഹത്തെ ദൂരെ പോകാനായിട്ട് ഒരുപക്ഷെ ആജ്ഞാപിച്ചെന്നിരിക്കും. പക്ഷെ അദ്ദേഹത്തിനറിയാം, കർത്താവിൻ്റെ അരികിൽ വന്നാൽ കർത്താവ് തള്ളിക്കളയുകയില്ല. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു സത്യമുണ്ട്. കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ആര് തയ്യാറാകുന്നുവോ അവരെ കർത്താവ് തള്ളിക്കളയുന്നില്ല. എൻ്റെ അരികിൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് വരുന്ന ആരെയും കർത്താവ് തള്ളിക്കളയുന്നില്ല. ഏതെല്ലാം തരത്തിലുള്ളതായ രോഗികൾ കർത്താവിൻ്റെ അരികിൽ വന്നിട്ടുണ്ട്. നാം വായിക്കുന്നുണ്ട്, 12 സംവത്സരമായി രക്തസ്രാവത്താൽ ബാധിതയായിരുന്ന ഒരു സ്ത്രീ. അവർ സകല മുതലും വിറ്റ് പല വൈദ്യന്മാർക്കും അവരുടെ സകല മുതലും വിറ്റ് പണമാക്കി കൊടുത്ത് ചികിത്സിച്ചതായ ഒരു സ്ത്രീ. അങ്ങനെ ഏറിയോന്ന് സഹിച്ച്, എന്നിട്ടും അവളുടെ അസുഖത്തിന് യാതൊരു ഭേദവും വരാതെ അവൾ ആരും അറിയാതെ കർത്താവിൻ്റെ അരികിൽ ചെന്ന്, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള ഏറിയ ദൃഢനിശ്ചയത്തോടെ, അടിയുറച്ച വിശ്വാസത്തോടെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. അവൾ സൗഖ്യം പ്രാപിച്ചതായി നാം വായിക്കുന്നു. അങ്ങനെ തന്നെ ഈ മനുഷ്യൻ താൻ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അടുക്കൽ ചെന്നു. അടുക്കൽ ചെന്നിട്ട് എന്താണ് ചെയ്തത്? അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി. അത് കർത്താവിൻ്റെ മുൻപാകെ തന്നെ അടിയറവ് വെച്ചു എന്നുള്ളതിൻ്റെ, സമർപ്പിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു ലക്ഷണമായിട്ടാണ് താനത് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ മുൻപാകെ മുട്ടുകുത്തി നിൽക്കുവാൻ
അവിടുത്തെ മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. പഴയ കാലത്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ കസേരയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായ സെറ്റിയിലോ ഒക്കെ ഇരുന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഒക്കെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുമായിരുന്നു. ന്യായപ്രമാണ കാലത്ത് നാം അത് കാണുന്നുണ്ട്. അന്നത്തെ രാജാക്കന്മാർ വരെ മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. ശലോമോൻ രാജാവ് ദേവാലയ പ്രതിഷ്ഠാപന സമയത്ത് താൻ മുട്ടുകുത്തി നിന്ന് സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി താൻ പ്രാർത്ഥിച്ചതായി നാം വായിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ ആർക്ക് സാധിക്കുന്നുവോ, നമ്മുടെ രഹസ്യമായ പ്രാർത്ഥനയിലായിരുന്നാലും നാം വായിക്കുന്നുണ്ട്, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നാം പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് മുട്ടിന്മേൽ നിന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ മനുഷ്യനും അതുതന്നെയാണ് ചെയ്തത്. കർത്താവിൻ്റെ മുൻപാകെ വന്ന് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. അവിടുത്തേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. എന്നെ ശുദ്ധമാക്കുവാൻ അവിടുത്തേക്ക് കഴിവുള്ളവനാണ്. അവിടുത്തേക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ഈ മനുഷ്യൻ കുഷ്ഠരോഗിയായി ദീർഘനാളുകൾ ഒരുപക്ഷെ ചികിത്സകളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചികിത്സിക്കുവാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അവസാനമായി ഫലം കാണാതെ നിരാശനായി തീർന്നൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ജീവിതത്തെ തന്നെ പഴിച്ചുകൊണ്ട് ഇനിയും എനിക്ക് യാതൊരു രക്ഷയുമില്ല എന്നുള്ളതായ ഒരവസാന ബോധ്യത്തിലേക്ക് അദ്ദേഹം വന്നു. നിരാശനായി തീർന്നു. കുഷ്ഠരോഗം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മലീമസമായ ഒരു രോഗമാണ്. കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ കൈവിരലുകളോ കാൽവിരലുകളോ ഒക്കെ അറ്റുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുഷ്ഠരോഗം കാർന്നു തിന്നുന്നതായ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ കൈകാലുകളിലെ വിരലുകൾ പോലും അറ്റുപോയിട്ടുണ്ട്. അതങ്ങനെ മുറിഞ്ഞ് വീണുകൊണ്ടേയിരിക്കും. അവർക്ക് വേദന എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വിരലുകളൊക്കെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതായ ഒരു മാരകമായ രോഗം, ആ രോഗത്തിൻ്റെ അടിമയായിരിക്കുന്നതായ ഈ മനുഷ്യൻ വിചാരിക്കുകയാണ്, കർത്താവിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. അത് അവൻ്റെ ഹൃദയത്തിലുള്ളതായ രൂഢമൂലമായ ഒരു വിശ്വാസമാണ്. കർത്താവ് വലിയവനായ ദൈവമാണെന്നും അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലെന്നും അവൻ ഹൃദയത്തിൽ വിശ്വസിച്ചു. അത് യഥാർത്ഥമായ ഒരു വിശ്വാസമാണ്. നാം കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ വിശ്വാസമുള്ളവരായി ചെല്ലേണ്ടത് ആവശ്യമാണ്. നാം യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് അതുതന്നെയാണ്. നീതിമാന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. വിശ്വാസത്തോടു കൂടിയുള്ളതായ പ്രാർത്ഥന അത് വളരെയേറെ ഫലിക്കുന്നതാണ്. വിശ്വാസമില്ലാതെ നാം കർത്താവിൻ്റെ അരികിൽ ചെന്നിട്ട് എന്തെങ്കിലും ലഭിക്കും എന്ന് നമുക്ക് നിരൂപിക്കുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവ് നമ്മെ സഹായിക്കുവാൻ ശക്തനാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് നാം ചെല്ലേണ്ടത് ആവശ്യമാണ്. ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? കർത്താവിൻ്റെ അരികിൽ ചെന്ന് മുട്ടുകുത്തി അവനോട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്നപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, അത് വളരെ ദയനീയമായ ഒരു അപേക്ഷയായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ഒരുപാട് ആളുകളുടെ മുൻപിലൊക്കെ പോയി കൈനീട്ടി കാണും. എന്നാൽ അവിടെ നിന്നൊന്നും അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നും ലഭിച്ചിട്ടില്ല. അവസാനമായി കർത്താവിൻ്റെ അരികിൽ വന്ന് മുട്ടുകുത്തിയിട്ട് താൻ വളരെ ദൈന്യതയോടുകൂടെ യാചിക്കുന്നതായ ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത്. 41-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു മനസ്സലിഞ്ഞു കൈ നീട്ടി അവനെ തൊട്ടു. കർത്താവ് മനസ്സലിഞ്ഞു എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടുന്നതായ ഒരു കാര്യമാണ്. നമ്മെ കണ്ട് കർത്താവ് മനസ്സലിയുന്നവനാണ്. അവിടുന്ന് നമ്മുടെ സകല കാര്യങ്ങളും അറിയുമ്പോൾ മനസ്സലിയുന്നവനാണ്. അവിടുത്തെ മുൻപിൽ ചെല്ലുന്നവരെ കൃത്യമായി മനസ്സിലാക്കി അവരുടെ പ്രയാസം എന്താണ്, പ്രശ്നം എന്താണെന്ന് അറിയുന്നവനാണ് കർത്താവ്. നമ്മെ മനസ്സലിവോടുകൂടെ കാണുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. ആ കർത്താവിൻ്റെ അരികിൽ ചെല്ലുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുന്നു, സൗഖ്യം ലഭിക്കുന്നു. കർത്താവ് എന്താണ് ചെയ്തത്? യേശു മനസ്സലിഞ്ഞു കൈ നീട്ടി അവനെ തൊട്ടു. സാധാരണയായി ഒരു കുഷ്ഠരോഗിയെ തൊടുവാൻ ആരും ധൈര്യപ്പെടാറില്ല, ആരും ഇഷ്ടപ്പെടാറില്ല. വെറുക്കുന്നതായ ഈ കുഷ്ഠരോഗിയെ തൊടുവാൻ മറ്റാർക്കും മനസ്സില്ലാത്ത ഒരു സാഹചര്യം.
എന്നാൽ നമ്മുടെ കർത്താവ് അവനെ തൊട്ടു എന്നാണ് നാം വായിക്കുന്നത്. മനസ്സലിഞ്ഞു, അവനെ തൊട്ടു, കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവൻ്റെ കുഷ്ഠം വിട്ടുമാറി അവൻ ശുദ്ധമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന ഒരുവൻ. നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് തള്ളിക്കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. നാം ആവശ്യപ്പെടുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ നമ്മെ ശാസിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. മനസ്സലിവോടുകൂടെ നമ്മെ കാണുന്നവൻ, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മെ സഹായിക്കുന്നവൻ. നാം വായിക്കുന്നത് ഈ മനുഷ്യൻ്റെ ശരീരത്തെ അവൻ കൈ നീട്ടി തൊട്ടു എന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ അവൻ കൈ ഉയർത്തുന്നവനാണ്. നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി അവിടുന്ന് കൈ ഉയർത്തുന്നവനാണ്. ആ കർത്താവിൻ്റെ അരികിലേക്കാണ് ഇന്ന് രാവിലെ നാം അടുത്തു വന്നിരിക്കുന്നത്. നമ്മെ മനസ്സലിവോടുകൂടെ കാണുന്ന ആ സ്വർഗീയ പിതാവിൻ്റെ അരികിൽ മനസ്സ് തുറക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ മനുഷ്യൻ അങ്ങനെയാണ് ചെയ്തത്. കർത്താവിൻ്റെ അരികിൽ അവൻ്റെ മനസ്സ് തുറന്നു, കർത്താവേ, ഇനി എനിക്ക് വേറൊരാശ്രയമില്ല, എനിക്ക് വേറെ എവിടെ നിന്നും സൗഖ്യം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, എൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്നു. ഞാനിത് അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്നു. അവിടുത്തേക്ക് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ താൻ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ചപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞ് അവനെ സൗഖ്യമാക്കി. ഇന്ന് രാവിലെ ഈ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം നമ്മുടെ ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ളത് അതുപോലെ കർത്താവിനോട് അറിയിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും നിലയിലുള്ളതായ സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ, പ്രയാസത്തിൽ നിന്ന് വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ, അസമാധാനത്തിൽ നിന്ന് കരകയറുവാൻ സമാധാനം ആഗ്രഹിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്ന് രാവിലെ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്ന് മനസ്സ് തുറക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഉള്ളത് കർത്താവിനോട് അറിയിക്കുവാൻ, കർത്താവ് എൻ്റെ ഉള്ള നില ഇതാണ് എന്ന് നാം അറിയിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. ആ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത്ഭുതകരമായ അവിടുത്തെ കരം നമ്മെ തൊട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യമാക്കട്ടെ. അവിടുത്തെ ശക്തി നമ്മിലേക്ക് പകരട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും ജീവിക്കുവാൻ ആവശ്യമായ സ്വർഗീയമായ ശക്തി നമുക്ക് അതിലൂടെ ലഭിക്കട്ടെ. മാനസികമായ ധൈര്യം നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, അനുഗ്രഹകരമായ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ക്ഷീണിതരാകുമ്പോൾ, മാനസികമായി ബലഹീനരാകുമ്പോൾ, കർത്താവെ, ഞങ്ങൾ ശാരീരികമായി തളരുമ്പോൾ, രോഗികളാകുമ്പോൾ അവിടുത്തെ സൗഖ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടുത്തേക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിക്കുവാൻ സാധ്യമല്ല. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം കർത്താവെ രോഗികളുടെ മേൽ വെച്ച് അവിടുന്ന് സൗഖ്യം നൽകണമേ. അവിടുത്തെ ശക്തി അവരിലേക്ക് പകരണമേ. മാനസികമായി ബലം ആവശ്യമുള്ളവർക്ക് അവിടുന്ന് ധൈര്യം നൽകി അവരെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് ദാനമായി നൽകി ഞങ്ങളെ സഹായിച്ചാട്ടെ. സുരക്ഷിതരായി ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണമേ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.